കാറ്റത്തേക്കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി ചൂലെടുത്ത് മുറ്റടിക്കാനൊക്കെ വരണം. അപ്പോൾ നമ്മുടെ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ പുരപ്പുറം തോക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കണ്. അല്ല പുത്തനച്ചി പുരപ്പുറം തോക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാന്ന് പറയും. അതിനുശേഷം അയാൾ താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ രാവിലെ തന്നെ കോമഡി പറയണേന്ന് വെച്ച് നികേഷ് കളിയാക്കും. എടാടാ മൂട്ടിലെ ചോര മാറിയിട്ടില്ല, എന്നിട്ട് മതിയടാ തന്തനെ കളിയാക്കൽ എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടും. അപ്പോൾ സൈക്കിൾ എടുക്കാൻ നേരത്ത് നിധി ചോദിക്കിനി, എന്തിനാ ഇങ്ങനെ വീടി വലിച്ച് കൂട്ടണേന്ന് ചോദിക്കും. എന്ത് എന്ന് ചോദിക്കും. എന്തിനാ ഇങ്ങനെ വീടി വലിക്കുന്നത്? ഇത് വലിക്കുന്നവർക്ക് മാത്രമല്ല, അത് ശ്വസിക്കുന്നവർക്കും അസുഖം വരും. എനിക്കൊരു കുഴപ്പമില്ല, വീടി വലി ആരോഗ്യം. എന്നിട്ട് അവൻ നിധി കാണിച്ചു കൊടുക്കുന്നത്, ഇന്നലെ വലിച്ചതാണ് ഈ പാത്രത്തിലിരിക്കണേന്ന് പറയും. അപ്പോൾ നോക്കിയാൽ പിന്നെ ഒരു പ്ലേറ്റ് നിറച്ച് നിധി പറക്കി വെച്ചേക്കണ പോലെ. ഓഹോ ഇത്ര ഉണ്ടായോ, സോറി, നാളേക്ക് ഞാനിതിനേക്കാൾ കൂട്ടാൻ ശ്രമിക്കാട്ടാന്ന് പറയും. ഇതെൻ്റെ വീട്, എൻ്റെ വീടി, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്ന് അയാൾ പറയുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വരുന്നുണ്ട്, സുധീഷ് വരുന്നുണ്ട്. എടാ നീ പെൺകോതലായാൽ മതി, എന്നെ ഭരിക്കാൻ വരണ്ടെന്ന് നിൻ്റെ പെണ്ണിനോട് പറഞ്ഞേ കിട്ടാന്ന് പറയും. എന്നിട്ട് അയാൾ വേഗം സൈക്കിൾ എടുത്ത് പോകും. അപ്പോൾ സുധീഷ് ഒരു കല്ലെടുത്ത് ഇങ്ങനെ എറിയാൻ നോക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് വന്ന് നമ്മുടെ സുഭാഷിന് അത് വല്ലാത്ത വിഷമാവും. അച്ഛൻ എന്തിട്ടൊക്കെ നീ പറയുന്നേ കുട്ടിയോടെന്നൊക്കെ പറയുന്നു, മോളോടെന്നാണ് പറയുന്നത്. ഭയങ്കര ഒരു വിഷമമായി. അത് സാരമില്ല എന്നറിയും. ആ സുധീഷ് കല്ലെടുത്തെറിയാൻ പോകുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അച്ഛനാണ്, അതിനുള്ള റെസ്പെക്റ്റൊക്കെ കൊടുക്കണം, അച്ഛൻ അയാൾ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അതിനുശേഷം സുധീഷിനോട് നിധി പറയുന്നു, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വായോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ നികേഷിൻ്റെ അടുത്ത് വെള്ളം ഉണ്ടാവും കേട്ടോ. പല്ല് തേച്ച് വായൊക്കെ കീഴാൻ വേണ്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടാവും. സുധീഷ് വേഗം ആ വെള്ളം എടുക്കാൻ ചെല്ലും. നികേഷ് വേഗം ബക്കറ്റുമ്പോൾ കാലെടുത്ത് വയ്ക്കും. അപ്പോൾ മനസ്സിലായത് കിട്ടില്ല, വേറെ വെള്ളം പോയി എടുക്കാൻ പറയും. അങ്ങനെ ബക്കറ്റ് എടുത്ത് പൈപ്പിൻ്റെ അവിടെ പോയി കഴിഞ്ഞിട്ട് വെള്ളം എടുത്ത് കൊണ്ടുവയ്ക്കും. എന്നാൽ വെള്ളം എന്ന് പറയും. വെള്ളം തന്നാൽ പോരാ, അവിടെയൊക്കെ നനയ്ക്കാൻ പറയും. ഇന്ന് അങ്ങനെ നനച്ച് കഴിയും. അയ്യോ ഞാനോ എന്ന് ചോദിക്കാം. നിങ്ങൾ തന്നെയെന്ന് അറിയും. അങ്ങോട്ട് നനയ്ക്കാൻ പറയും. അങ്ങനെ നനയ്ക്കും. അപ്പം മോളെ ഞാൻ ചെയ്തോളാം എന്ന് സുഭാഷ് പറയും. ചേട്ടൻ തന്നെയാണ് ഇവരൊക്കെ ചീത്തയാക്കണത്, അനിയന്മാരെ. എല്ലാവർക്കും ഓരോ പണികൾ കൊടുക്കണം, ഒരാൾ മാത്രം അങ്ങനെ കഷ്ടപ്പെട്ടാൽ പോരാ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ സുഭാഷ് ഒന്നും മിണ്ടില്ല. എന്നിട്ട് സുധീഷ് വേഗം അവിടെയൊക്കെ വെള്ളം തെളിക്കും. എന്നിട്ട് പറയും, കഴിഞ്ഞു എന്ന് പറയും. എന്നാൽ ഈ ചൂല് പിടിക്കുമെന്ന് പറയും. ഇവിടെയൊക്കെ ഇന്ന് അടിക്കണം എന്ന് പറയും. ഇന്ന് ചേട്ടൻ, നാളെ അരിയൻ, അങ്ങനെ 3 പേരും മാറി മാറി അടിക്കണം. ഞാൻ സുഭാഷ് ചേട്ടൻ്റെ കൂടെ അടുക്കളയിൽ സഹായിക്കാൻ പോകുന്നു പറയും. ആ ശരി എന്നാൽ വാ സുഭാഷ് ചേട്ടാ. അത് വേണോ എന്ന് ചോദിക്കും നികേഷ്. എന്താടാ എന്ന് ചോദിക്കും. അല്ല റിസ്ക് എടുക്കണോ, എനിക്ക് പാചകമൊക്കെ സുഭാഷ് ചേട്ടൻ പഠിപ്പിച്ചു തരും എന്ന് പറയും. വാ മോളെ എന്ന് പറയും. അങ്ങനെ 2 പേരും കൂടെ പോകണ്. സുഭാഷ് പച്ചക്കറിയൊക്കെ അരിയും, നിധി ചായ ഉണ്ടാക്കണം. ചായയൊക്കെ ഉണ്ടാക്കി കറക്റ്റാക്കി തിളപ്പിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അതുപോലെ ചെയ്ത് അനിയന്മാർക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ ചായ എന്ന് പറയുന്നുണ്ട്. സുഭാഷും അത് കുടിച്ച് നല്ല അഭിപ്രായമൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സുധീഷിനെ കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടുകാരനോട് നിധിക്കൊരു ജോലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ സമ്മതിക്കില്ല. അയാൾ പറയുന്നുണ്ട്, നിൻ്റെ കൂടെ കൂട്ടുകൂടുന്നത് പോലും എൻ്റെ അച്ഛന് ഇഷ്ടമില്ല, പിന്നെയാണ് നിൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി പറയുന്നത്, എന്നെ ഓടിക്കും അച്ഛൻ, വലിയ വീട്ടിലെ പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നതല്ലേ, അപ്പം ഇതിന് ജോലി എന്ന് പറയും. അവൾക്ക് നേരം അവൾക്ക് ജോലി വേണോടാ, അത്യാവശ്യമാണ്, നീ ഒരു കാര്യം ജോലി കൊടുത്തില്ലെങ്കിലും ഇൻ്റർവ്യൂവിനെന്തെങ്കിലും പറഞ്ഞൊന്ന് വിളിക്കി കൊണ്ടുപോകാം, ബാക്കി കാര്യം ഞാൻ നോക്കാമെന്ന് പറയും. അങ്ങനെ ആ കൂട്ടുകാരൻ്റെ കാല് പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിക്കുന്നുണ്ട്. ആ ശരി, ഇനിയിപ്പോൾ ഞാനായിട്ട് ഇൻ്റർവ്യൂ മാത്രം നടത്തുള്ളൂ കേട്ടോ, ജോലി കൊടുക്കുന്നൊന്നും ഒരു ഉറപ്പില്ല എന്ന് പറയാം. വേണ്ടടാ നീ ഇൻ്റർവ്യൂ നടത്തിയാന്ന് പറയും. ഈശ്വരായി ജോലി കിട്ടണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് സുധീഷ്. പിന്നെ നികേഷിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ നിധി പറയുന്നുണ്ട്, നികേഷേ നീ ഫ്രീ ആണോ എന്ന് ചോദിക്കും. അതേ ഏട്ടത്തി എന്താ, നമുക്ക് അമ്പലം വരെ ഒന്ന് പോയാലോ, അതിനെന്താ 5 മിനിറ്റ് എന്ന് പറയും. അങ്ങനെ നികേഷ് പോയി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ഇടുന്നു, നല്ല ഡ്രസ്സൊക്കെ ഇട്ടു. ഏട്ടത്തി എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ആ കൊള്ളാം സൂപ്പറായിട്ടെന്ന് പറയും. എന്നൊരു പറഞ്ഞ് നിൽക്കുമെന്ന് പറഞ്ഞ് മൊബൈലിൽ നോക്കിയിട്ട് ഒന്നും കൂടെ മുടിയൊക്കെ ഇരുന്നുണ്ട്. മതിയേടാ ഞാനൊരുങ്ങിയിട്ടൊന്നുമില്ല, ഏട്ടത്തിൻ്റെ കൂടെ പോരുന്നല്ലേ, അല്ലെങ്കിൽ ഞാൻ സാധാരണ രീതിയിൽ പോയാനെ, ഞാൻ നോക്കിയാൽ ഞാൻ സിമ്പിളായിട്ടാണ് വരുന്നത്, ആ പൊന്നും കൂടത്തിന് എന്തിനു പൊട്ട് എന്നൊക്കെ പറയും. ആ മതി എന്ന് പറഞ്ഞ് 2 പേരും കൂടെ നടന്നു പോകണം. നീ അമ്പലത്തിൽ പോക്കുണ്ടോ എന്ന് ചോദിക്കും. കൊല്ലത്തിൽ ഒരു തവണ മാത്രം. ഒരു തവണയാ, അതെന്താ ഉത്സവത്തിന് പോകും, അമ്പലത്തിൽ കയറില്ല. ഒരു തവണ പിറന്നാളിന് പോണതാ, അത് സുഭാഷ് ചേട്ടൻ കൊണ്ടുപോകും. ഞാൻ അവനെ പോവാറില്ല, എൻ്റെ പ്രാർത്ഥനകളൊന്നും കേൾക്കാറില്ല എന്ന് പറയും. നീ എന്ത് പ്രാർത്ഥിക്കുന്ന അവിടെ നടത്താറ്, അത് പറയില്ല, പറയടാ എന്ന് പറയും. ഞാൻ പറയും, എൻ്റെ വീട്ടിലേക്ക് ഏതെങ്കിലും ഒരു ഏട്ടൻ ഒരു പെണ്ണിനെ കൊണ്ടുവരണേന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്, പക്ഷേ സുധീഷ് ചേട്ടൻ്റെ കല്യാണം നടന്നു, സാരില്ല, ഏതെങ്കിലും ഒരു പെണ്ണുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിയാൽ മതി എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ.
ഇനി പോകുമ്പോൾ സുഭാഷേട്ടൻ്റെ കാര്യം പറയാലോ എന്ന് പറയും. ആ സമയത്ത് സുനന്ദ ഓടി കരച്ചിങ്ങനെ വരുന്നുണ്ട്. നിൽക്ക് 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 പോകല്ലേ എന്ന് പറയും. ഞാൻ നിങ്ങളെ കണ്ടിട്ട് വന്നാണ്, എന്തിനിങ്ങനെ ഓടണേ എന്നറിയും. നിങ്ങളെടുത്തേക്ക് എത്താൻ, നിങ്ങളെ കൂടെ പോവാന്ന് പറയും. ആണോ എന്ന് പറയും. ആ എന്നാൽ കൂടെ നടക്കാൻ പറയും. നിധി സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ആണോ, താങ്ക്സ് എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ പോണ്. അപ്പോൾ നിധിയുടെ നമ്മുടെ സുനന്ദയുടെ മനസ്സിലെ ചെറുക്കന്മാരുടെ പേരും മനസ്സിൽ സൂ എന്ന് പറഞ്ഞൊരു ചെക്കനാണ്, ലാസ്റ്റ് ഷീണ്. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചും കഴിഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അനിയൻ അവരെയും കളിയാക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ചിരിച്ചും കളിച്ചൊക്കെ പോകുന്നു അമ്പലത്തിലേക്ക്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ നിധിക്ക് 2 നൈറ്റി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലണം. അപ്പോൾ സെയിൽസ് ഗേളിനോട് സൈസ് പറയുമ്പോൾ അത്ര കാര്യമായിട്ട് അറിയില്ല. അപ്പം ഇയാളെ പോലെ ഉണ്ട്, അതേപോലെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയും. ഇയാളെ ചിരി കൊള്ളാട്ടാ. ആണോ, താങ്ക്സ്. ഇതാർക്കാണ് നൈറ്റി? എൻ്റെ ഭാര്യയ്ക്ക്. അത് ശരി, ഭാര്യയ്ക്ക് നൈറ്റി എടുക്കുമ്പോഴും വായ നോക്കണമല്ലേ എന്നൊക്കെ പറയും. അങ്ങനെ 2 നൈറ്റിയൊക്കെ എടുക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇളയ അനിയൻ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അനിയൻ വന്ന് അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ലല്ലോ, എപ്പോഴും പെണ്ണുങ്ങളെ വായ നോക്കിക്കണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നീട് അമ്പലമാണ് കാണിക്കുന്നത്. നമ്മുടെ നികേഷും നിധിയൊക്കെ കൂടെ അമ്പലത്തിലിരിക്കുമ്പോൾ സുനന്ദ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊഴാൻ നടക്കുന്നു. അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടനെ വലിയ ഇഷ്ടമെന്ന് തോന്നുന്നുണ്ടല്ലേ നിധി സുനന്ദയ്ക്ക് എന്ന് പറയുമ്പോൾ, ആ ഇഷ്ടമാണ്. എന്നിട്ട് എന്താ നിങ്ങളത് നടത്തി കൊടുക്കാത്തതെന്ന് പറയും. അത് നടക്കില്ല, ആ ഇഷ്ടം അങ്ങനെ പോകുള്ളൂ എന്ന് പറയും. അതെന്താ? അതിന് കുറേ കാരണങ്ങളുണ്ട് ഏട്ടത്തി എന്ന് പറയുന്നു. അതിനുശേഷം സുനന്ദ അവിടെ തൊഴുത് അവരടുത്തേക്കൊക്കെ എത്തുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നിധിക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുന്ന സർപ്രൈസായിട്ട്. ഇതെന്താണെന്ന് ചോദിക്കും. ഇത് 2 നൈറ്റി എന്ന് പറയും. ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ എന്ന് പറയും. ആവശ്യപ്പെടാണ്ട് തരുമ്പോഴല്ലേ അത് ഗിഫ്റ്റ് ആവുള്ളൂ എന്ന് പറയും. അങ്ങനെ നിധി അത് സന്തോഷത്തോടെ വാങ്ങി നിൽക്കുന്നതോടെയാണ് എപ്പിസോഡിൻ്റെ പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.